നാരായണീയം എഴുതിയതാരാണെന്നറിയാമോ? നാരായണീയം എഴുതിയത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടാണ് നാരായണീയം എഴുതിയത്. നാരായണീയത്തിൽ ഏതാണ്ട് 100 ദശകങ്ങൾ ഉണ്ടെന്നാണ് 100 ദശകങ്ങളുണ്ട് നാരായണീയത്തിൽ. അതുപോലെ തന്നെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതാനുള്ളൊരു സാഹചര്യം എന്താണെന്നറിയാമോ? അതായത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ ഗുരുവിന് ഗുരുവിൻ്റെ ദീനം വർദ്ധിക്കുന്നു. ഈ സമയത്ത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ ഗുരുവിനെ കാണുകയും തൻ്റെ ഗുരുവിൻ്റെ രോഗം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സ്വയം ഏറ്റെടുക്കുകയാണ്. തുടർന്ന് അദ്ദേഹം രോഗബാധിതനായിത്തീർന്നു. അദ്ദേഹം ഗുരുവായൂരിലെത്തി തൻ്റെ ദീനം മാറ്റിത്തരണമേ എന്ന് ശ്രീ ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുകയുമാണ്. അതേ തുടർന്ന് അദ്ദേഹം നാരായണീയം എഴുതുകയാണ്. നാരായണീയം എഴുതുന്നു. നാരായണീയത്തിൽ 100 ദശകങ്ങളുണ്ട്. നാരായണീയത്തിൽ ഒടുവിലായിട്ടുള്ള ശ്ലോകമുണ്ട്. അതായത് അഗ്രേ പശ്യാമി എന്ന് തുടങ്ങുന്ന ശ്ലോകമുണ്ട്. ആ അതിൽ പറയുന്നത് മുഴുവൻ എന്താണ്? ഗുരുവായൂരപ്പൻ്റെ വർണ്ണനയാണ്, ശ്രീ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള വർണ്ണനയാണ്. അതുപോലെ തന്നെ ഒടുവിലായിട്ട് ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞു. ആയുരാരോഗ്യ സൗഖ്യത്തിന് മുകളിലായിട്ട് ഒരു മനുഷ്യന് ഒരു വരദാനമില്ല കേട്ടോ. ഏറ്റവും വലിയ വരദാനം എന്ന് പറഞ്ഞാൽ ആയുരാരോഗ്യ സൗഖ്യമാണ്. ആയുസ്, ആരോഗ്യം, സൗഖ്യം, ഈ 3 വാക്കുകൾ നിങ്ങൾ ഓർത്തു നോക്കുക. ആയുസ്, ആരോഗ്യം, സൗഖ്യം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ല എങ്കിൽ ഉള്ള അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ആയുസ്സുമുണ്ട്, ആരോഗ്യവുമുണ്ട്, യാതൊരു സുഖങ്ങളും ലഭിക്കുന്നില്ല. ആ ജീവിതം വ്യർത്ഥമല്ലേ? അതുപോലെ തന്നെ ആയുസ്സുമുണ്ട്, സുഖങ്ങളുമുണ്ട്, പക്ഷേ ആരോഗ്യമില്ല. ആ ജീവിതം വ്യർത്ഥമല്ലേ? അതുപോലെ തന്നെ ആരോഗ്യമുണ്ട്, സുഖങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ആയുസ്സില്ല. ആ ജീവിതവും പിന്നുണ്ടോ? ഇല്ല. അതുപോലെ ഈ ആരോഗ്യ സൗഖ്യത്തിലെ 3 വാക്കുകൾ, ആയുസ്, ആരോഗ്യം, സൗഖ്യം, ഈ 3 വാക്കുകളും എന്താണ്? ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിന് മുകളിലായിട്ടൊരു വരദാനം മനുഷ്യനില്ല കേട്ടോ. ഏറ്റവും വലിയ വരദാനം ആയുരാരോഗ്യ സൗഖ്യമാണ്. ആയുരാരോഗ്യ സൗഖ്യം വരദാനമായിട്ട് ചോദിക്കുന്ന ആളെ എല്ലാം ജീവിതത്തിൽ വരദാനമായിട്ട് ചോദിക്കുകയാണെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നാരായണീയെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ കൃഷ്ണനാണെന്നാണ് കേട്ടോ. പ്രത്യക്ഷ കൃഷ്ണനെ നമ്മൾ എവിടെ കാണുന്നു? നാരായണീയത്തിൽ കാണുന്നു എന്നാണ്. അതുപോലെ അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറയുന്നുണ്ട്. മേൽപ്പത്തൂർ സ്മാരകം എവിടെയാണ്? ചന്ദനക്കാവ്, മലപ്പുറം. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എവിടെയാണ്? ഗുരുവായൂരിലാണ്. ഗുരുവായൂരിലാണ്.